പുതിയ തൊലി വന്ന് കവർ ചെയ്ത് കണ്ടോ, ബ്രൗൺ തൊലി വന്നത് കണ്ടോ? നമ്മൾ ഒട്ടിച്ച മുകുളം ഇതാണ് കണ്ടോ? കാണുന്നുണ്ടോ? ഇതുണ്ടോ? എന്നിട്ട് കൃത്യമായി ആ മുകുളത്തിൽ നിന്ന് മുളപ്പിച്ച് കണ്ടോ, ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്യും. ഏത് അത്? ഇത് എന്ന് പറയുന്ന NAT എന്ന് പറയുന്ന വെറൈറ്റി ഇതാണ്. ഇത് മൽവാനയാണ്. മൽവാന എന്ന് പറയുന്ന വെറൈറ്റി റംബൂട്ടാനാണ്. കണ്ടില്ലേ, അതിൻ്റെ ഇലകൾ വ്യത്യാസമുണ്ട്. അപ്പോൾ കൃത്യമായി അതിൽ നിന്ന് ആ മുകുളത്തിൽ നിന്ന് മുളപ്പിക്കുമ്പോഴാണ് ഇത് നമ്മുടെ മൽവാനയുടെ അതേ ആ ടേസ്റ്റിൽ കായ്ബലമുള്ള റംബൂട്ടാൻ കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ NATയുടെ ഇതാണ് നമ്മൾ വെച്ചത്. അപ്പോൾ NATയുടെ അതേ വലിപ്പമുള്ള ചുമപ്പ് കളറുള്ള ആ റംബൂട്ടാനാണ് കിട്ടുക. കണ്ടില്ലേ? ഇപ്പം നമ്മൾ ബഡ് ചെയ്യുന്ന ചെടികൾ ഏതാ? റംബൂട്ടാൻ ചെയ്യും, ജാതി ചെയ്യും, റബ്ബർ ചെയ്യും. ഇതൊക്കെ എന്ത് ചെയ്യുക? ബഡിങ്ങിലൂടെയാണ് നമ്മൾ തൈ ഉൽപ്പാദിപ്പിക്കുക. അപ്പം മാവിനെ നമുക്ക് ഗ്രാഫ്റ്റിംഗ് ചെയ്യാം, ബഡിങ് ചെയ്യാം. പക്ഷെ റംബൂട്ടാനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റൂല. അതുപോലെ റബ്ബറിനെ നമ്മൾ എന്ത് ചെയ്യുക? ബഡ് ചെയ്യാനേ പറ്റുള്ളൂ. റംബൂട്ടാനെ ബഡ് ചെയ്യാം. അതുപോലെ ജാതി നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം, പക്ഷെ ജാതി ഇങ്ങനെ മറിഞ്ഞു പോകുള്ളൂ. ജാതിയുടെ അതേ ഷേപ്പിൽ ആ ഓരോ തട്ടായിട്ട് പൊന്തി പോകുന്നെങ്കിൽ ബഡിങ്ങിലൂടെ മാത്രമേ അത് അതേ രീതിയിൽ കിട്ടുകയുള്ളൂ. അപ്പം ജാതി നമ്മൾ ബഡ് ചെയ്താണ് തൈകൾ ഉണ്ടാക്കുക. അപ്പം പ്ലാവിനെ നമുക്ക് ബഡിങ് ചെയ്യാം, ഗ്രാഫ്റ്റിംഗ് ചെയ്യാം. ബഡിങ്ങിലൂടെ തൈ ഉൽപ്പാദിപ്പിക്കാം, ഗ്രാഫ്റ്റിംഗ് ചെയ്യാം. പക്ഷെ റംബൂട്ടാനൊക്കെ ബഡിങ്ങിലൂടെ മാത്രമേ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. ഇത് നാടൻ തൈയാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഇത് NAT എന്ന് പറയുന്ന വെറൈറ്റി റംബൂട്ടാന്റെ കമ്പാണ്. ഇത് ബഡ് കമ്പ്, ഒട്ട് കമ്പെന്ന് പറയും. ബഡ് വുഡ് എന്നൊക്കെ പറയില്ലേ കേട്ടോ? ബഡ് വുഡ് എന്ന് പറയും, ഒട്ട് കമ്പെന്നും പറയും. പുസ്തകത്തിൽ ഒട്ട് കമ്പെന്നല്ലേ? അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം റോഡ് സ്റ്റോക്കിനെ നമ്മൾ കണ്ടോ അടി ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് മേലെ ഇങ്ങനെ ആർച്ച് പോലെ എടുക്കുക. എന്നിട്ട് താഴേക്ക് വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുക. ഉണ്ടോ? ഒരു ദീർഘ ചതുരത്തിൽ നമ്മൾ അതിനെ തൊലി കട്ട് ചെയ്തു. വർത്താനം പറയരുത്. തൊലി കട്ട് ചെയ്യുക കേട്ടോ. ദീർഘ ചതുരത്തിൽ നമ്മൾ തൊലി മാത്രമേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഈ തൊലി നമ്മളിങ്ങനെ പൊളിച്ചെടുക്കുകയാണ്. തൊലി നമ്മൾ ആ കട്ട് ചെയ്ത തൊലിയില്ലേ, അത് നമ്മൾ മൊത്തം നീക്കം ചെയ്യാണ്. ഇതിൽ വിരൽ തൊടാനൊന്നും പാടില്ല, ഒരു പൊടി പോലും പറ്റാൻ പാടില്ല കേട്ടോ. ഇതേ കണ്ടോ? ഇങ്ങനെ തൊലി കട്ട് ചെയ്യുക. കാണുന്നില്ലേ? ദീർഘ ചതുരത്തിൽ നമ്മൾ ഇതിനെ കട്ട് ചെയ്തു. മേലെ നമ്മളൊരു ആർച്ച് പോലെ എടുക്കുക. അതിനെന്താ വെച്ചാൽ അഥവാ വെള്ളം ഊർന്നു വന്നാലും രണ്ട് ഭാഗത്തേക്ക് പോകാൻ വേണ്ടി കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു മുകുളം പൊളിച്ചെടുക്കുകയാണ്. എല്ലാ ഇലഞ്ഞെട്ടിനും മുകൾ ഭാഗത്തും ആണ് മുകുളങ്ങൾ സ്ഥിതി ചെയ്യുക. ഇലഞ്ഞെട്ട് ഇല്ലാത്ത ഭാഗത്ത് ഇപ്പോൾ ഈ ഭാഗത്ത് മുകുളം ഉണ്ടാവില്ല. കണ്ടില്ലേ? എന്നാൽ ഈ ഇലഞ്ഞെട്ട്, ഇത് ഇലഞ്ഞെട്ടാണ്. ഈ ഞെട്ടിൻ്റെ മുകൾ ഭാഗത്ത് ഒരു മുകുളമുണ്ട്. ആ മുകുളം മുളച്ചാണ് വൃക്ഷമായി വരിക. ആ മുകുളം നമ്മൾ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പം എല്ലാ ഇലഞ്ഞെട്ടിനും മേൽഭാഗത്തും ഇത് കണ്ടോ, ഇത് ഇലഞ്ഞെട്ടായിരുന്നു. ഇവിടെ ഒരു മുകുളമുണ്ട്. ആ മുകുളം മുളച്ചു. മുളച്ചൊരു കമ്പാണ്. അപ്പോൾ എല്ലാ ഇലഞ്ഞെട്ടിൻ്റെ മേൽഭാഗത്തും ഓരോ മുകുളങ്ങളുണ്ട്. ആ മുകുളം പൊളിച്ചെടുക്കുക. അപ്പം ഇലയുടെ ഞെട്ടിൻ്റെ മേലത്തെ മുകുളം നമ്മൾ പൊളിച്ചെടുക്കണം. കണ്ടോ? നമ്മൾ ഇങ്ങനെ വരഞ്ഞു കണ്ടോ? വരഞ്ഞതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ മെല്ലെ തിക്കുക. കണ്ടോ? ഇങ്ങനെ കത്തി ഇങ്ങനെ വെക്കുക, മെല്ലെ തിക്കുക. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കണ്ട. ഇങ്ങനെ നമ്മൾ പൊളിച്ചെടുക്കുക. ഇതേ രീതിയിൽ നമ്മൾ പൊളിച്ചെടുക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ അരി ഉണ്ടോയെന്ന് നോക്കുക. കണ്ടോ? ഒരു ചെറിയൊരു കഷ്ണം സാധനം ഇരിക്കുന്നില്ലേ? അതുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത് അരിയാൻ. ഇത് അരിഞ്ഞിട്ട് ഞാൻ കത്തിക്കാൻ പറ്റും.
ഈ അരിയാണ് മുളച്ച് വലിയ വൃക്ഷമായി വരിക. ആ ഇലഞ്ഞെട്ടിന് മേൽഭാഗത്തുള്ള ചെറിയ മുകളമുണ്ട്, മുകളം. ചതവുള്ള ഭാഗം നമ്മൾ അരിഞ്ഞ് നീക്കം ചെയ്യണം. കണ്ടോ, ഇതുണ്ടോ ഒരു സാധനം ഇരിക്കുന്നു, കിട്ടിയോ? കണ്ടോ, മേൽഭാഗത്തൊരു ചെറിയ കടുകിനേക്കാൾ ചെറിയൊരു സാധനം, ഒരു ചെറിയൊരു പീസ് ഇരിക്കുന്നുണ്ടോ? അത് ബഡിങ്ങിൽ നിർബന്ധമായി ഉണ്ടായിരിക്കണം. അതാണ് മുളച്ച് വൃക്ഷമാകുന്നത്. കണ്ടോ, ഒരു ചെറിയ സാധനം കാണുന്നുണ്ടോ? അതുണ്ടോന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ ആദ്യം മുകളം പൊളിച്ചെടുത്ത അന്നേരം നമ്മൾ ഇത് ശ്രദ്ധിക്കുക. ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒട്ടിക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ഞെട്ടിൻ്റെ ഈ ഭാഗം കളയാം. എന്നിട്ട് കറക്റ്റായിട്ട് അവിടെ വെക്കുക. ഇതുണ്ടോ, 4 ഭാഗവും ചെറിയ ക്യാപ്പ് വേണം. പുതിയ തൊലി വേണം വന്നിട്ട് ഇതിനെ കവർ ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ബഡ്ഡിങ് ഷീറ്റ് ഉപയോഗിച്ച് നമ്മൾ കെട്ടുകയാണ്. കണ്ടാ, ആദ്യം ഒന്ന് ചുറ്റി പിന്നെ അതവിടെ ഉറച്ചു കഴിയുമ്പോൾ നമ്മൾ ചുറ്റി കറക്റ്റായിട്ട് ചുറ്റി ഇതിന് വിടവൊന്നും പാടില്ല, വെള്ളം ഈ കണ്ണിൽ ഇറങ്ങാൻ പാടില്ല. അങ്ങനെ വന്നാൽ അവിടം ചീഞ്ഞു പോകും. കണ്ടോ, മേൽഭാഗത്ത് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഒരു വലി വലിക്കുക, ഇങ്ങനെ ചുരുട്ടുക, ഒരു കെട്ട്. കണ്ടോ, ടൈറ്റിൽ കെട്ടുക. ഇപ്പൊ നമ്മള് ബഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന് 25 ദിവസം കഴിഞ്ഞാണ് നമ്മൾ അഴിക്കുക. വർത്താനം പറയല്ലേ, 25 ദിവസം കഴിയുമ്പോ എന്ത് ചെയ്യാ, നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യും. എന്നിട്ട് ഇത് അഴിച്ചു മാറ്റും. അപ്പൊ നമ്മൾ ഇനി കുഴപ്പമില്ല കേട്ടോ. 25 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ഇതിനെ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് നമ്മൾ അഴിച്ചു മാറ്റുമ്പോൾ ഈ വെച്ച മുകളമില്ലേ, ആ മുകളം ഇതിന്റെ ഈ ചെടിയുടെ ഭാഗമായി മാറും. 4 ഭാഗത്തുനിന്നും പുതിയ തൊലി വന്ന് ഇതിനെ കവർ ചെയ്യും. ഇതിനെ ഫുൾ ഭാഗത്ത് ടച്ച് ചെയ്ത് കൃത്യമായി ഈ മുകളത്തിൽ നിന്ന് മുളപ്പിക്കണം. അപ്പം ഈ 25 ദിവസം കഴിഞ്ഞ് നമ്മൾ അഴിച്ചു മാറ്റുമ്പോൾ ഈ മുകളം ഈ ചെടിയുടെ ഒരു ഭാഗമായി മാറി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ 25 ദിവസം കഴിഞ്ഞ് ഇത് അഴിച്ച് നീക്കം ചെയ്ത് ആ സമയത്ത് കട്ട് ചെയ്യാൻ പാടില്ല. ഒരു 8 ദിവസം കഴിഞ്ഞ് നമ്മളെ പ്രകൃതിയുടെ ചൂട്, ഇതിപ്പോൾ ഒരു കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ വേർത്ത് നിൽക്കും. ഒരു പുഴുങ്ങൽ അവസ്ഥയിൽ അതങ്ങനെ കണ്ണവിടെ നിൽക്കുകയാണ്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ വെയിൽ, ചൂട്, ഇതിനൊക്കെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് അഴിച്ച പാടെ ഇത് ഇവിടെ കട്ട് ചെയ്യാൻ പാടില്ല. ഈ ഒരു 8 ദിവസം കഴിഞ്ഞ് ചൂടിനെ എല്ലാം ഒന്ന് ഇതായതിനു ശേഷം മാത്രം റൂൾ സ്റ്റോക്കിൻ്റെ ഇവിടുന്ന് 1 ഇഞ്ച് മേലേന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് 1 ഇഞ്ച് മേലേന്ന് നമ്മൾ കട്ട് ചെയ്ത് ഒരു 8 ദിവസം കഴിഞ്ഞിട്ടേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. കട്ട് ചെയ്തിട്ട് കൃത്യമായി ഈ മുകളത്തിൽ നിന്ന് മുളപ്പിക്കുമ്പോഴാണ് നമുക്ക് NAT എന്ന് പറയുന്ന വെറൈറ്റി റംബൂട്ടാൻ കിട്ടുക. ഓക്കെ, അപ്പം ബഡ്ഡിങ് മനസ്സിലായോ?